ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് നോക്കാം. അതിലെ ഏകകത്തിലെ 1ാമത്തെ ഏകകമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതില് പ്രഥമ ഏകകത്തിലെ മാനവികത എന്നാണ് ഏകകത്തിന്റെ പേര്. അതില് പ്രഥമഃ പാഠഃ വിശ്വം ജയാമ. വിശ്വം ജയാമ എന്ന് വെച്ചാല് ലോകം ജയിക്കാം എന്നാണ് പറയുന്നത്. അവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്നേഹഃ, കോപഃ, അസൂയ, വാത്സല്യം, അങ്ങനെ കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, സ്നേഹം. അതുപോലെ കോപം, സ്നേഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്, കോപം വരാൻ പാടില്ലാത്തതാണ്. അസൂയ അല്ലെ, അസൂയ നമുക്ക് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ വാത്സല്യം അല്ലെ, എന്തിനോടും ഒരു വാത്സല്യം നമുക്ക് ഉണ്ടാകണം. അപ്പൊ അങ്ങനെയുള്ള ഗുണങ്ങളെ കുറിച്ചാണ് അവിടെ, ഗുണത്തെക്കുറിച്ചും അവഗുണത്തെ കുറിച്ചുമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം. അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ഗുണം ചിഹ്നേന അവഗുണം ഇൻഡു എന്നുള്ള ആ ചിഹ്നേന സൂചയതു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ സ്നേഹ എന്നുള്ളത് ഗുണമാണ്, കോപഹ എന്നുള്ളത് എന്താണ്, അവഗുണമാണ്, അസൂയ എന്നുള്ളത് അവഗുണമാണ്, വാത്സല്യം ഗുണമാണ് കേട്ടോ. അപ്പൊ നമുക്കിനി ആമുഖത്തിലേക്ക് പോകാം. ആമുഖം നോക്കാം. മനുഷ്യജീവനെ അസ്മാഭിഹി ആർജനീയഃ ബഹവോ ഗുണാഹ സന്തി. നമ്മുടെ മനുഷ്യജീവിതത്തില് നേടിയെടുക്കുവാനായിട്ട് ധാരാളം ഗുണങ്ങളുണ്ട് അല്ലെ. തേഷു ഗുണേഷു ദയ, സ്നേഹഃ, ക്ഷമ, ധീരത, മൈത്രി, നീതിബോധഃ ഇത്യാദയഃ പ്രമുഖാഃ ഭവന്തി. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ എന്നാണ് പറയുന്നത്. ഇപ്പൊ ധാരാളം ഗുണങ്ങൾ നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ആ ഗുണങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? തേഷു ഗുണേഷു ദയ, സ്നേഹഃ, ദയ, അതുപോലെ തന്നെ സ്നേഹം, ക്ഷമ, ധീരത, മൈത്രി, നീതിബോധഃ ഇത്യാദയഃ പ്രമുഖാഃ ഭവന്തി. അപ്പൊ ആ ഗുണങ്ങൾ എന്ന് പറയുന്നത് ദയ, സ്നേഹം, ക്ഷമ, ധീരത, മൈത്രി, നീതിബോധം മുതലായവ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടവയാണ്. പ്രമുഖാഹ ഭവന്തി എന്ന് പറഞ്ഞാല് വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇമേ ഗുണാഹ, ഈ ഗുണങ്ങള് മാനവം സംസ്കുർവന്തി എന്ന് വെച്ചാല് ഈ ഗുണങ്ങള് എന്തൊക്കെയാണ്? മാനവം, മനുഷ്യന് അല്ലെ, മനുഷ്യത്വം എന്ന് പറയുന്നത് സംസ്കുർവന്തി ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ എന്താണ്? മനുഷ്യത്വമാണ്, മനുഷ്യത്വം ഉണ്ടാക്കിയെടുക്കുന്ന ഗുണങ്ങളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. തഥാ ഏവ മാനവാഹ, അതുകൊണ്ട് തന്നെ മാനവാഹ മനുഷ്യര് വസുദേവ കുടുംബകം ഇതി ഭാവനാമാപ്നോതി. അതുകൊണ്ട് തന്നെ മനുഷ്യര് ഭൂമി തന്നെ കുടുംബമാണ് എന്ന് ഭാവനാമാപ്നോതി, അങ്ങനെ നമ്മള് കണക്കാക്കിയാണ് ചെയ്യുന്നത്, കണക്കാക്കുന്നു എന്നാണ് അവിടെ പറയപ്പെടുന്നത്. ഇനി നമുക്ക് പദ്യഭാഗം നോക്കാം. വിശ്വമഖിലം ജേതുമജിരാത് മിത്രകാണി യഥാമഹൈ വിശ്വസോദര ഭാവാനാം ഹൃദി ശാശ്വതം കലയാമരേ. ഒന്നുകൂടി ഞാൻ ടീച്ചർ വായിക്കാം, വാക്കുകളെ ശ്രദ്ധിച്ച് നോക്കിയിരിക്കുക. വിശ്വമഖിലം ജേതുമജിരാത് മിത്രകാണി യഥാമഹേ വിശ്വസോദര ഭാവാനാം ഹൃദി ശാശ്വതം കലയാമരേ. അപ്പൊ അവിടെ എന്താണ്? വിശ്വം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോകം അല്ലെ. അഖിലം എന്ന് പറഞ്ഞാല് മുഴുവൻ, ജേതും ജയിക്കുവാൻ, അജിരാത് പെട്ടെന്ന്, മിത്രകാണി എന്ന് പറഞ്ഞാല് കൂട്ടുകാരോട് ഒപ്പം, യഥാമഹേ എന്ന് പറഞ്ഞാല് പ്രയത്നിക്കാം, വിശ്വസോദര ഭാവാനാം സാഹോദര്യ സ്നേഹത്തിനാണ്, ലോകത്തിലെ സാഹോദര്യ സ്നേഹം, ഹൃദയത്തിൽ, ശാശ്വതം കലയാമരേ
എന്നേക്കുമായി, ശാശ്വതമായി എന്ന് പറഞ്ഞാല് എന്നേക്കുമായി ശാശ്വതമായിട്ട് എന്ത് ചെയ്യാം? കലയാമരെ കൂട്ടിച്ചേർക്കാം എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം നോക്കാം. വിശ്വമഖിലം ജേതുമജിരാത് മിത്രകാണി യഥാമഹേ. ലോകം മുഴുവൻ പെട്ടെന്ന് ജയിക്കുന്നതിന് വേണ്ടി മിത്രകാണി യഥാമഹേ, കൂട്ടുകാരോടൊപ്പം പ്രയത്നിക്കാം എന്നാണ് പറയുന്നത്. വിശ്വസോദര ഭാവാനാം കൃതി, വിശ്വസോദര ഭാവാനാം കൃതി ശാശ്വതം കലയാമരെ. വിശ്വ സോദര ഭാവാനാം, ലോകത്തിലെ സാഹോദര്യ ഭാവം അല്ലെങ്കിൽ സാഹോദര്യ ഭാവം ഹൃദയത്തിലെ ശാശ്വതം കലയാമരെ എന്നേക്കുമായി കൂട്ടിച്ചേർക്കാം എന്ന്. അപ്പോ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് മിത്രകാണി. മിത്രകാണി യഥാമഹേ, കൂട്ടുകാരോടൊപ്പം പ്രയത്നിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പൊ അവിടെ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു 4 വരി അർത്ഥം. ഇനി അടുത്ത 4 വരി പദ്യം നോക്കാം. ശാന്തിരസ്തു സദാസ്തു സുഹൃദോ നീതിബോധോ ജീവനെ സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവദാ. ശാന്തിരസ്തു സദാസ്തു സുഹൃദോ നീതിബോധോ ജീവനെ സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവദാ. ശാന്തി, ശാന്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. സദാസ്തു എല്ലായ്പ്പോഴും, സുഹൃത്തുക്കള്, നീതിബോധം, നീതിബോധം എന്ന് പറഞ്ഞാല് ധാർമ്മികത, അതിനെയാണ് നീതിബോധം എന്ന് പറയുന്നത്. ജീവന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജീവിതത്തിൽ. സത്യധർമ്മ സമത്വ സംഹിത സന്തു സഹജ സർവദ. സഹജ എന്ന് പറഞ്ഞാല് സഹോദരൻ എന്നർത്ഥമുണ്ട്. അപ്പൊ അവിടെ ശാന്തിരസ്തു സദാസ്തു സുഹൃതോ നീതിബോധോ ജീവനെ, ജീവിതത്തില് എപ്പോഴും സമാധാനവും, എപ്പോഴും എന്താണ് വേണ്ടത്? ശാന്തി അല്ലെ, സമാധാനവും അതുപോലെ തന്നെ സൗഹൃദവും, സമാധാനവും സൗഹൃദവും അതുപോലെ നീതിബോധത്തെ കുറിച്ചും ഉള്ള ധാരണയും ഉണ്ടാകട്ടെ എന്നാണ് അവിടെ പറയുന്നത്. സത്യധർമ്മ സമത്വ സഹിത, സത്യധർമ്മ സമത്വ സഹിത, അവര് എപ്പോഴും എന്താണ്? സത്യധർമ്മ, സത്യത്തോടും അതുപോലെ തന്നെ ധർമ്മത്തോടും സമത്വത്തോടും കൂടി, സമത്വത്തോടും കൂടി ഉള്ളവരും ആയിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാ പറയുന്നത്? ജീവിതത്തില് എപ്പോഴും സമാധാനവും സൗഹൃദവും നീതിബോധത്തെ കുറിച്ചുള്ള ധാരണയും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവദ, എല്ലായ്പ്പോഴും അവർക്ക് എപ്പോഴും സത്യത്തോടും ധർമ്മത്തോടും സമത്വത്തോടും കൂടി ഉള്ള ധാരണയും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ എന്നാണ് അവിടെ അടുത്ത 4 വരി പദ്യത്തിന്റെ അർത്ഥം. അപ്പൊ 8 വരി പദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പദ്യവരികള് നോക്കാം. മിത്രഭാവനായസ്തു സതത മത്രമിത്രകാ ജീവനം ശത്രുതാ കണികാമഭിമാസ്തു ദൃഢാസ്തു സംഹതി ഭാവന. ശത്രുകണികാമഭി, ശത്രുകണികാഹ അധികം അഭി എന്നാണ് അവിടെ അതിന്റെ പദച്ഛേദം. മിത്രഭാവനായസ്തു സതത മത്രമിത്രക ജീവനം ശത്രുതാ കണികാഭിമാസ്തു ദൃഢാസ്തു സംഹതി ഭാവന. ഇനി എന്താ നോക്കാം. മിത്രഭാവനായസ്തു സതത, കൂട്ടുകാരുടെ ജീവിതത്തില് മത്രമിത്രക ജീവനം, കൂട്ടുകാരുടെ ജീവിതത്തില് എന്താണ്? സൗഹൃദ വികാരങ്ങൾക്ക് എപ്പോഴും സ്ഥാനമുണ്ട്, സൗഹൃദങ്ങൾക്ക് എപ്പോഴും സ്ഥാനമുണ്ട്. ആരുടെ ജീവിതത്തില്? കൂട്ടുകാരുടെ ജീവിതത്തില്, മിത്രങ്ങളുടെ ജീവിതത്തില് എപ്പോഴും സൗഹൃദങ്ങൾക്ക് എപ്പോഴും എന്താണ്? നല്ല സ്ഥാനമാണ് ഉള്ളതെന്നാണ് അവിടെ പറയുന്നത്. ശത്രുത കണികാമഭിമാസ്തു ദൃഢാസ്തു സംഹിതി ഭാവന. ശത്രുതയുടെ കണികാഭി, ഒരു ചെറുതരി പോലും മാസ്തു ദൃഢാസ്തു സംഹതി ഭാവന,
ഒരു തരി പോലും, ശത്രുതയുടെ ഒരു തരി പോലും പരസ്പരം എന്താകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത്. അതായത് അവിടെ ഐക്യബോധം എപ്പോഴും ശക്തമാകട്ടെ, അല്ലെങ്കിൽ ഐക്യബോധം എപ്പോഴും ദൃഢമാകട്ടെ എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോ കൂട്ടുകാരുടെ ജീവിതത്തില് എപ്പോഴും നമ്മുടെ സൗഹൃദ വികാരങ്ങൾക്ക് എപ്പോഴും നല്ല സ്ഥാനമാണുള്ളത്. ശത്രുതയുടെ ഒരു ചെറുതരി പോലും പരസ്പരം ഉണ്ടാകാതിരിക്കട്ടെ. അവിടെ എന്തുണ്ടാകണം? ഐക്യബോധം ഉണ്ടാകട്ടെ എന്ന്, ഐക്യബോധം ശക്തമാകട്ടെ അല്ലെങ്കിൽ ദൃഢമാകട്ടെ എന്നാണ് ആ വരികളില് പറയുന്നിരിക്കുന്നത്. ഇനി അവസാനത്തെ 4 വരി നോക്കാം. ഹീനചിന്താം വർജയന്തോ ജ്ഞാന ഭാനുമുപാസ്മഹേ അജ്ഞാതാന്ത്യം വാരയന്തോ യാമ സന്തതമഗ്രത. എന്നോടി വായിക്കാം. ഹീനചിന്താം വർജയന്തോ ജ്ഞാനഭാനുമുപാസ്മഹേ അജ്ഞാതാന്ത്യം വാരയന്തോ യാമാസന്തതമഗ്രത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അർത്ഥം നോക്കാം. ഹീനചിന്താം വർജയന്തോ ജ്ഞാനഭാനു ഉപാസഹേ. നമ്മള് എന്ത് ചെയ്യണം? ഹീനചിന്ത എന്ന് പറഞ്ഞാല് ദുഷ്ടചിന്തകള്. നമ്മള് ദുഷ്ടചിന്തകള് വർജയന്തി എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി ജ്ഞാനഭാനു ഉപാസ്മഹേ. അവിടെ അറിവാകുന്ന ഭാനു എന്ന് പറഞ്ഞ സൂര്യൻ, അറിവാകുന്ന സൂര്യനെ ആരാധിക്കണം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നമ്മുടെ ദുഷ്ടചിന്തകളെല്ലാം മാറ്റി അറിവ് നേടിയിട്ടുള്ളവരാകണം. അറിവിന്റെ സൂര്യൻ എന്ന് പറയുന്നത് അതാണ്. അറിവിന്റെ സൂര്യനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ അറിവുള്ളവരായി തീരണം എന്നർത്ഥം. ദുഷ്ടചിന്തകളൊന്നുമില്ലാതെ നമ്മൾ അറിവുള്ളവരായി തീരണം എന്നാണ് ഇതിന്റെ അർത്ഥം. ഇനി അടുത്ത 2 വരി നോക്കാം. അജ്ഞാതാന്ത്യം വാരയന്തോ യാമാസന്തതം അഗ്രത. അറിവില്ലായ്മയുടെ അജ്ഞതാന്ത്യം, അറിവില്ലായ്മയുടെ അന്ധതയെ വാരയന്തോ ഇല്ലാതാക്കിക്കൊണ്ട് യാമസന്തതം അഗ്രത. ഞങ്ങൾ സന്തതം അഗ്രത എന്ന് പറഞ്ഞാല് മുന്നില്, സന്തതം എപ്പോഴും എന്നാണ് അർത്ഥം. സന്തതം അഗ്രത എന്ന് പറഞ്ഞാല് എല്ലായ്പ്പോഴും മുന്നില്. അപ്പൊ അവിടെ അജ്ഞതാന്ത്യം വാരയന്തോ, അജ്ഞതാന്ത്യം എന്ന് പറഞ്ഞാൽ അറിവില്ലായ്മയുടെ അന്ധതയെ ഇല്ലാതാക്കിക്കൊണ്ട് യാമസന്തതം അഗ്രത, ഞങ്ങൾ എപ്പോഴും മുന്നിലുണ്ട്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് പറയണേ? നമുക്ക് നമ്മുടെ ദുഷ്ടചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് അറിവാകുന്ന സൂര്യനെ ആരാധിക്കണം എന്നാണ് അവിടെ പറയുന്നത്. അജ്ഞാതാന്ത്യം വാരയന്തോ യാമ സന്തതം അഗ്രത. അറിവില്ലായ്മയുടെ അന്ധതയെ ഇല്ലാതാക്കിക്കൊണ്ട് ഞങ്ങൾ എപ്പോഴും മുന്നിലുണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ലോകം ജയിക്കുവാൻ വേണ്ട ഗുണങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ് സ്വീകരിക്കേണ്ടത്, എന്താണ് വർജിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ പദ്യഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജില് നോക്കാം കേട്ടോ. അടുത്ത പേജ് നോക്കാം. അടുത്ത പേജ് നമ്പർ 9. 9ാമത്തെ പേജ് നമ്പറില് പദച്ഛേദ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. പദച്ഛേദ ശാന്തിരസ്തു, ശാന്തിഹി അധികം അസ്തു, സദാസ്തു, സദാ അധികം അസ്തു. വിഗ്രഹ അജ്ഞാതാന്ത്യം, അന്തസ്യ ഭാവഃ ആനന്ദ്യം, അജ്ഞാതരൂപം ആനന്ദ്യം, അജ്ഞതാന്ത്യം. ഹീനചിന്ത, ഹീനചിന്ത. ഇനി നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങളാണ്. അത് പഠന പ്രവർത്തനങ്ങളിലെ ആദ്യത്തേത് നിങ്ങൾക്ക് താളത്തോടു കൂടി നിങ്ങളോട് ആ ഗാനം ആലപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തത് ആവശ്യമുണ്ട്. രണ്ടാമത്തത് പ്രശ്നാവലിയും പരിശീല്യ ചർച്ചാം കൃത്വ കവിതായാഹ ടിമ്പണിയും ലിഖിത എന്നാണ്. അവിടെ ഒരു കുറിപ്പ്, കവിതയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ നിങ്ങളോട് അത് ചർച്ച ചെയ്ത്, അപ്പൊ അവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. വിശ്വം ജേതും ജീവനെ കേ ഗുണാഹ അപേക്ഷിതാഹ. ലോകം ജയിക്കുവാൻ
എന്തൊക്കെ ഗുണങ്ങൾ വേണമെന്നാണ് നമ്മളോട് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് ലോകം ജയിക്കുവാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഏതൊക്കെയാണ്? മൈത്രി, അതുപോലെ നീതിബോധം പറയുന്നുണ്ട്, സത്യം, ധർമ്മം, സമത്വം, സ്നേഹം, അല്ലെ? അതുപോലെ തന്നെ പിന്നെ പറയുന്നതാണ് സോദര സ്നേഹം, അല്ലെ? സോദര സ്നേഹം പറയുന്നുണ്ട് അവിടെ. ഇതൊക്കെയാണ് നമുക്ക് അവിടെ വരുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഏതൊക്കെ ഗുണങ്ങളാണെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞത് കേട്ടാ. ഇനി അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വയം കീദൃശ ചിന്തം വർജയാമഹ. എങ്ങനെയുള്ള ചിന്തയാണ് നമ്മള് ഉപേക്ഷിക്കേണ്ടത്? എങ്ങനെയുള്ള ചിന്തകളാണ് നമ്മൾ വർജിക്കേണ്ടത്? അവഗുണ ചിന്തകളെല്ലാം നമ്മൾ ഉപേക്ഷിക്കണം, അല്ലെ? അപ്പൊ ഇവിടെ പദ്യഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന എന്ത് ചിന്ത ഉപേക്ഷിക്കാനാണ് പറയുന്നത്? ശത്രുത കണികാമഭി മാസ്തു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അവിടെ ശത്രുവരെ ഒരു കണിക പോലും ഉണ്ടാകരുത് എന്നാണ്. മനസ്സിലായോ? അപ്പൊ അവിടെ ഉത്തരം എന്താണ്? ശത്രുത കണിക വർജയാമഹ. വയം കഥം അഗ്രതഃ യാമഹ. ഞങ്ങള് കഥം അഗ്രതഃ യാമഹ. ഞങ്ങൾ എന്തിലാണ് മുന്നിൽ നിൽക്കേണ്ടത്? എങ്ങനെയാണ് മുന്നിൽ നിൽക്കേണ്ടത്? ആത്മദാന്ത്യം വാരയന്തോ, അറിവില്ലായ്മയുടെ അന്ധതയെ ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെ? അപ്പൊ അവിടെ എന്താണ് ഉത്തരം? അജ്ഞാതാന്ത്യം വാരയന്തി, അന്ധതയെ ഇല്ലാതാക്കിക്കൊണ്ട് അതാണ് അവിടെ. അതിന്റെ അന്ധതയെ മാറ്റിക്കൊണ്ട് ആണ് അവിടെ അജ്ഞതാം വാരയന്തോ യാമ സന്തതം അഗ്രജ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അറിവില്ലായ്മയുടെ അന്ധതയെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും മുന്നിൽ നിൽക്കേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത അതിന്റെ താഴെയുള്ള പഠന പ്രവർത്തനം നോക്കൂ. അതോ ദത്താനി പദാനി ഉപയുജ്യ കവിതാം പരിവർത്തയതു. അവിടെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. സ്നേഹബന്ധ, കീർത്തി, സർവദാ. അവിടെ എന്താണ് വരിക? അപ്പൊ ശാന്തിരസ്തു സദാസ്തു സുഹൃതോ നീതിബോധോ ജീവനെ സത്യ ധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവദാ. അപ്പൊ അവിടെ എന്താണ് വരിക? സ്നേഹബന്ധാരസ്തു സദാസ്തു സുഹൃതോ നീതിബന്ധോ എന്നുള്ളടത്ത് എന്ത് ചേർക്കണം? കീർത്തിഹി ജീവനെ സത്യധർമ്മ സമത്വ സഹിത സന്തു സഹജ സർവദാ എന്നുള്ള വാക്കാണ് അവിടെ വരുന്നത്. അപ്പൊ ആദ്യത്തെ സ്നേഹബന്ധ, കീർത്തിഹി, പിന്നെ സർവദാ. ഇനി അടുത്ത പേജ് നമുക്ക് അടുത്ത പേജ് നമ്പർ 10 അത് നമുക്ക് നോക്കാം. അതിലെ രണ്ടാമത്തെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതോ ദത്താനി വാക്യാനി പടതു. അതോ ദത്താനി വാക്യാനി പടതു സൂചനാനുസാരം പരിവർത്തയതു. അവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകള് പഠിച്ചിട്ട് സൂചനാനുസാരം പരിവർത്തത്. അവിടെ സൂചന കൊടുത്തിട്ടുണ്ട്, അതുപോലെ അത് പരിവർത്തനം ചെയ്യാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യഥാ സുരേശഹ ശ്ലോകം പടതി. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഉത്തരം എന്താണ്? ഹേ സുരേഷ ശ്ലോകം പടതു എന്നാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? മുൻപത്തെ ക്ലാസ്സിലൊക്കെ നമ്മള് വിഭക്തികൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഏതൊക്കെ വിഭക്തികളാണ് പഠിച്ചിട്ടുള്ളത്? എത്ര വിഭക്തികളുണ്ട്? കതിവിധാനി സന്ധി വിഭക്തികള് എത്രയാ? സപ്തവിധ ഭവന്തി. അപ്പൊ 7 വിഭക്തികളാണുള്ളത്. അതില് വിഭക്തികളില് എഴുതുമ്പോ 8 എണ്ണം വരും, അല്ലെ? അതില് ഒന്നാണ് സംബോധന
പ്രഥമ. സംബോധന പ്രഥമയില് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഹേ രാമ, ഹേ രാമോ, ഹേ രാമാഹ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ പഠിച്ചിരിക്കുന്നത് പോലെ സംബോധന പ്രഥമയിലാണ് ഇവിടെ ഉത്തരം കൊടുത്തിരിക്കുന്നത്. സുരേഷ ശ്ലോകം പഠതി, സുരേഷ് ശ്ലോകം പഠിക്കുന്നു, സുരേശൻ ശ്ലോകം പഠിക്കുന്നു. അപ്പൊ അവിടെ സംബോധന പ്രഥമയിൽ പറഞ്ഞിരിക്കുകയാണ് ഹേ സുരേഷ, അല്ലയോ സുരേഷ ശ്ലോകം പഠതു, അല്ലയോ സുരേഷ ശ്ലോകം പഠിക്കൂ, അങ്ങനെയാക്കി മാറ്റണം. അപ്പൊ അതുപോലെ ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസില് ഏതൊക്കെ സെന്റൻസുകളാണ് ആദ്യത്തെ പുല്ലിംഗ ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. സുരേഷ എന്ന് പറഞ്ഞ പുല്ലിംഗ ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കാം ആ പുല്ലിംഗ ശബ്ദത്തിൽ വരുന്ന ഏതൊക്കെയാണ് ഇനി അടുത്തതായിട്ട് അതിലുള്ളതെന്ന് നോക്കാം. ജോസഫഹ ചലച്ചിത്രം പശ്യതി, ജോസഫഹ ചലച്ചിത്രം പശ്യതി, ജോസഫ് ചലച്ചിത്രം കാണുന്നു. അപ്പൊ ഇവിടെ അതെങ്ങനെയാണ് നമ്മൾ സംബോധന പ്രഥമയിലേക്കാക്ക? ഹേ ജോസഫ ചലച്ചിത്രം പശ്യതു എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ എഴുതി ചേർക്ക, പറയുമ്പോൾ അവിടെ പെൻസിൽ എടുത്തിട്ട് എഴുതി ചേർക്ക കേട്ടോ. ഇനി അടുത്തത് അരവിന്ദഹ, അവിടെ പുല്ലിംഗ ശബ്ദം പിന്നെ വരുന്നത് ഏതാണ്? അരവിന്ദഹ എന്നാണ്. അരവിന്ദഹ വൃക്ഷം സിഞ്ചതി, അല്ല ഏറ്റവും ലാസ്റ്റത്തെ സെന്റൻസ് ആണ്. അപ്പോ ഹേ അരവിന്ദ വൃക്ഷം സിഞ്ചതു, അല്ലയോ അരവിന്ദ വൃക്ഷം നനയ്ക്കൂ എന്ന് പറയാണ്. ഇനി അടുത്തത് നോക്കൂ. ലത പാഠം ലിഖതി, അവിടെ ലത എന്നാണ് സ്ത്രീലിംഗ ശബ്ദമാണ് തന്നിരിക്കുന്നത്. അപ്പൊ സ്ത്രീലിംഗ ശബ്ദം വരുമ്പോ സംബോധന പ്രഥമയിൽ വരുന്ന മാറ്റമുണ്ട്. അപ്പൊ അവിടെ ലത എന്നുള്ളത് ഹേ ലതേ എന്നായി. അപ്പൊ അതുപോലെയുള്ള സെന്റൻസ് ആണ് ഇനി നമ്മൾ അടുത്തത് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. ലത പാഠം ലിഖതി, ലത പാഠം എഴുതുന്നു. അപ്പോ അത് എങ്ങനെയാണ് സംബോധന പ്രഥമയിലേക്ക് മാറ്റി എഴുതിയിരിക്കുന്നത്? ഹേ ലതേ, അല്ലയോ ലതേ പാഠം ലിഖതു, പാഠം എഴുതൂ എന്നാണ്. അപ്പൊ നമുക്ക് ഇനി ഏതൊക്കെയാണ് ആ കൊടുത്തിരിക്കുന്നതില് സ്ത്രീലിംഗ ശബ്ദങ്ങൾ എന്നുള്ളത് നോക്കാം. റസിയ ഗീതം ഗായതി, റസിയ ഗീതം ഗായതി. അപ്പൊ റസിയ എന്നാണ്. അപ്പൊ എങ്ങനെയാണ് വരിക അവിടെ? ഹേ റസിയെ ഗീതം ഗായതു, ഹേ റസിയെ ഗീതം ഗായതു. അപ്പൊ ഹേ റസിയെ കഴിഞ്ഞിട്ട് ഒരു കോമ ഉണ്ട്, അവിടെ കോമ ഇടണം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ളത് എഴുതാൻ. ഗീതം ഗായതിന്ന് ഗായതു എന്ന് എഴുതാൻ കേട്ടോ. ഇനി അടുത്തത് താര ജലം പിബതി. അപ്പൊ എങ്ങനെയാണ് അതിന്റെ സംബോധന നോക്കുക? ഹേ താരേ ജലം പിബതു, അല്ലയോ താരേ വെള്ളം പിബതു കുടിക്കൂ, വെള്ളം കുടിക്കൂ എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ആ വ്യത്യാസങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ടീച്ചർ ഒന്നും കൂടിയും പറയാം. സുരേഷക ശ്ലോകം പഠതി, ഹേ സുരേഷ ശ്ലോകം പഠതു. ജോസഫഹ ചലച്ചിത്രം പശ്യതി, ഹേ ജോസഫ ചലച്ചിത്രം പശ്യതു. അരവിന്ദഹ വൃക്ഷം സിഞ്ചതി, ഹേ അരവിന്ദ് വൃക്ഷം സിഞ്ചതു. ലത പാഠം ലിഖതി, ഹേ ലതേ പാഠം ലിഖതു. റസിയ ഗീതം ഗായതി, ഹേ റസിയെ ഗീതം ഗായതു. താര ജലം പിബതി, ഹേ താരേ ജലം പിബതു എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അവിടെ താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകള് നോക്കുക. അവിടെ മഞ്ജൂഷം ദത്താനി പദാനി പടതു, അവിടെ ആ പെട്ടിക്കകത്ത് കൊടുത്തിരിക്കുന്ന പദങ്ങൾ പഠിക്കാൻ. സ്വജീവനെ കെ ഗുണമാർജയന്തി കം അവഗുണം ത്യജന്തി ഇതി ഉദാഹരണാനുസരം ലിഖതു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് അവിടെ കൊടുത്തിരിക്കുന്നത് ഗുണങ്ങളും തന്നിട്ടുണ്ട്, അതുപോലെ അവഗുണങ്ങളും തന്നിട്ടുണ്ട്, നല്ലതും തന്നിട്ടുണ്ട്, ചീത്തയും തന്നിട്ടുണ്ട്. അപ്പൊ അതില് ഏത് ഗുണങ്ങളൊക്കെയാണ് നമ്മൾ ആർജിക്കേണ്ടത്, ഏത് ഗുണങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? കം അവഗുണം ത്യജതി, ഏതൊക്കെ അവഗുണങ്ങളാണ്, മോശപ്പെട്ട ഗുണങ്ങളാണ് നമ്മൾ ത്യജന്തി ഉപേക്ഷിക്കേണ്ടത് എന്ന് ഉദാഹരണാനുസാരം ലിഖതു. അപ്പൊ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണം നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഇതിൽ നിന്ന് തെരഞ്ഞെടുത്തിട്ട് നമ്മൾ ഏതൊക്കെയാണ് ആർജിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ത്യജിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ഉപേക്ഷിക്കേണ്ടതെന്നും നമ്മൾ എഴുതി ചേർക്കണം. അപ്പൊ നമുക്ക് അടുത്ത പേജിലാണ് അത് കൊടുത്തിരിക്കുന്നത്, അത് നോക്കാം.
അപ്പോ പേജ് നമ്പർ 11 ഏതൊക്കെയാണ് ത്യജിക്കേണ്ടതെന്നും ഏതൊക്കെയാണ് ആർജിക്കേണ്ടതെന്നും നമുക്ക് പറയാം. നമുക്ക് നോക്കാം. 11ാമത്തെ പേജ് നോക്കാം. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. യഥാ അഹം കോപം ത്യജാമി സ്നേഹം ആർജിയാമി എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവിടെ നോക്കുക. ഒന്നാമത്തത് അഹം അധർമ്മ ത്യജാമി, ഞാൻ അധർമ്മം ഉപേക്ഷിക്കുന്നു. ധർമ്മ ആർജിയാമി, ധർമ്മം ആർജിക്കുന്നു. അഹം അസഹിഷ്ണുത ത്യജാമി, സഹിഷ്ണുത ആർജയാമി. അഹം കോപ ത്യജാമി, ക്ഷമ ആർജയാമി. അഹം ഭയം ത്യജാമി, ധീരത ആർജയാമി. അഹം പരദൂഷണം ത്യജാമി, സത്യസന്ധത ആർജയാമി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമ്മള് പൂരിപ്പിക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിലുള്ളത് അമരകോശക എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റില് കിടക്കുന്നുണ്ട്. 2 പദങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. അതില് സഹജഹ എന്നുള്ളതാണ് ഒരു പദം. സഹജഹ എന്ന് പറഞ്ഞാല് അതിലെ സമാനാർത്ഥക പദം സഹജഹ ഇതി പദസ്യ സമാനാർത്ഥക പദം കിം എന്ന് ചോദിക്കും. സഹജഹ എന്ന സമാനാർത്ഥക പദം എന്താണ്? സോദരഹ, സഹോദരൻ എന്നാണ്. സോദരഹ. അപ്പൊ സഹജസ്യ സമാനാർത്ഥക പദം കിം? സോദരഹ. അതുപോലെ ഹൃത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൃത്ത് ഇത് പദസ്യ സമാനാർത്ഥക പദം കിം എന്ന് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. അപ്പൊ അതിന്റെ അർത്ഥം ചിത്തം എന്നാണ്, മനസ്സ്. ഹൃത്ത് എന്ന് പറഞ്ഞാല് ചിത്തം, മനസ്സ് എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അതാണ് അവിടെ 2 കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലാസ്റ്റ് ആ പാഠഭാഗത്തിലെ അവസാനത്തെ പേജില് നോക്കാം. അതില് ശബ്ദകോശക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ശബ്ദകോശക എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് നൂതന പദാനി മീനിങ് ആണ്, പുതിയ പദങ്ങളുടെ മീനിങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞു പോയിട്ടുള്ള അർത്ഥങ്ങളൊക്കെ തന്നെയാണ്, എങ്കിലും ഞാനത് വായിച്ചു പോവാം. അജിരാത് പെട്ടെന്ന്, അതുപോലെ തന്നെ അജ്ഞതാന്ത്യം അറിവില്ലായ്മയാകുന്ന, അതുപോലെ ഉപാസ്മഹേ എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഉപാസിക്കുന്നു. ജേതും എന്ന് പറഞ്ഞാല് വിജേതും ജയിക്കുവാൻ. ശാശ്വതം എന്ന് പറഞ്ഞാല് നിത്യം എന്നുള്ളതാണ് അർത്ഥം, അതായത് അനശ്വരമായി എന്നുള്ള അർത്ഥം. സന്തതം എന്ന് വെച്ചാല് എല്ലായ്പ്പോഴും. അതുപോലെ സംഹതി ഭാവന, ഐക്യ ഭാവന. സഹജ സോദരഹ അല്ലെങ്കിൽ സഹജാതഹ എന്നൊക്കെ അർത്ഥമുണ്ട്. അത് എല്ലാവരും പുതിയ പദങ്ങളാണ് അതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ മീനിങ്ങുകളൊക്കെ നന്നായിട്ട് പഠിക്കാനാണോ കേട്ടോ. ഇനി നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നത് ആ പാഠഭാഗത്തിലെ കുറെ കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ സംബോധന രൂപാണി ഉപയുജ്യ വാക്യാനി അലിഖത് 4ാമത്തെ കൊടുത്തിട്ടുണ്ട്. സംബോധന രൂപങ്ങൾ നമ്മൾ പഠിച്ചു ഇല്ലേ, നേരത്തെ പഠിച്ചു. ഹേ അരവിന്ദ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചു, അത് പഠിച്ചു കഴിഞ്ഞു. പിന്നെ ചോദിക്കുന്നത് ലോട്ട് രൂപമാണ്. ലോട്ട് രൂപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പൊ നമ്മള് ലകാരങ്ങള് 3 ലകാരങ്ങളെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ അതില് ഒന്നാമത്തത് ഏതൊക്കെയാണ്? ലട്ട് ലകാരമാണ്, ലങ് ലകാരമാണ്, ലോട്ടാണ്. അതില് പട് എന്ന് പറയുന്ന ധാതു, പട് ധാതുവിന്റെ ലട്ട് എന്താണ്? പടതി. അതിലെ ലങ് എന്താണ്? ലങ് അപടത്. അതിൽ ലോട്ട് വരുമ്പോ പടതു എന്നാണ് വരിക. അപ്പൊ ഈ 3 രൂപത്തിലുള്ള ലങ്, ലട്ട്, ലോട്ട്, ഇത് 3ഉം നിങ്ങൾ പഠിക്കണം. ലകാര രൂപങ്ങളാണത് അല്ലെ. ഒന്ന് ലട്ട് എന്ന് പറഞ്ഞാല് വർത്തമാനകാലം, ലങ് എന്ന് പറഞ്ഞാല് ഭൂതകാലം, ലോട്ട് എന്ന് പറഞ്ഞാല് അത് എന്താണ്? ആജ്ഞയാണ് അല്ലെ, പഠിക്കൂ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾ എന്തായാലും പഠിച്ചു പോകണം. അപ്പൊ പടതി, അതുപോലെ തന്നെ അപടത്, പടതു. അതുപോലെ ഏതൊരു ക്രിയാപദം തന്നാലും അത് ആ ഓർഡറിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ലിഖധാതു, ലിഖതി, ലിഖതി ആണ് അതിന്റെ ലട്ട്. അലിഖത് അത് ലങ്, ലോട്ട്, ലിഖതു എന്നാണ്. അപ്പൊ അതൊക്കെ നോക്കി പഠിക്കണം. ടീച്ചറൂടെ കൊടുക്കാം കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിക്കാം.
ഇനി അടുത്തത് പറയണത് ദ്വിതീയ വിഭക്ത്യാന്ത പദാനി ഉപയുജ്യ വാക്യാനി അലിഖത്. ദ്വിതീയ വരുന്നത് ദ്വിതീയ നോക്കിയിട്ട് ദ്വിതീയ വിഭക്തികളെ നോക്കിയിട്ട് പദങ്ങള് ഉപയോഗിച്ചിട്ട് വാക്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പൊ കുറച്ച് നമ്മൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. അഹം നഗരം ഗച്ഛാമി, ഞാൻ നഗരത്തിലേക്ക് പോകുന്നു. രാമഹ വിദ്യാലയം ഗച്ഛതി, അവിടെ ഏതാണ് വിദ്യാലയം എന്നുള്ളതാണ് അവിടെ ദ്വിതീയ വിഭക്തി വരുന്നത്. ബാലകഹ ആപണം ഗച്ഛതി, അവിടെ ആപണം എന്നുള്ളതാണ് വരുന്നത്. അഹം നഗരം ഗച്ഛാമി എന്ന് പറയുമ്പോൾ നഗരം എന്നുള്ളതാണ് അവിടെ ദ്വിതീയ വരുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആ സെന്റൻസുകൾ ദ്വിതീയ വെച്ചിട്ട് ഉപയോഗിക്കേണ്ടത്. രാമഹ എന്ന് പറഞ്ഞാല് രാമം എന്നായിരിക്കും വരിക. രാമം എന്ന ദ്വിതീയ വിഭക്തിയിലേക്കായിട്ട് നമ്മൾ മാറ്റണം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പ്രഥമഹ പാഠഹ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ദ്വിതീയ പാഠമായിട്ട് ടീച്ചർ വരാം. അപ്പോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിക്കൊണ്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് പിന്നെ കാണാം. ബൈ.